ബെല്ലടിക്കുന്നു. ആരാന്ന് പോയി നോക്ക്. പോയി നോക്കാൻ. എണീറ്റ് പോടാ. അകത്തേക്ക് വന്നോട്ടെ. ആര്? ഇത് വന്ദനയുടെ വീട് തന്നെയാണോ? അതെ, ആ ഞാൻ വന്ദനയുടെ അമ്മയാ, ചന്ദ്രിക. മനസ്സിലായി. ഞാൻ വന്ദന ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഉടമസ്ഥൻ രാജീവിന്റെ അമ്മയാ, ശ്രീവിദ്യ. അകത്തേക്ക് വരണം മാഡം. വരൂ, കേറി വരൂ. അമ്മേ, ഇത് സരോജിനി അമ്മ, എന്റെ ഭർത്താവിന്റെ അമ്മയാ. നമസ്തേ. ഇതാരാ മോളെ? ഇത് നമ്മുടെ വന്ദന ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഉടമയാ. ഓ, ഇത് സുചിത്ര, എന്റെ മൂത്ത മകൻ പ്രകാശിന്റെ ഭാര്യ. വീടൊക്കെ വളരെ നന്നായിരിക്കുന്നല്ലോ. അയ്യോ, ഇത് സ്വന്തം വീടല്ല, വാടക വീടാണ്. ഞാൻ കാപ്പി എടുക്കാം. കാപ്പി ഞാൻ എടുക്കാമേ. മാഡം ഇരിക്കും. ചന്ദ്രികയ്ക്ക് വന്ദന ഒറ്റ മകളേ ഉള്ളൂ? നല്ല കഥയായി. ഈ വീട് മുഴുവനും മക്കളാ. ഒന്നും രണ്ടൊന്നും അല്ല, 5 പേരാ മക്കളായിട്ട്. അതും പോരാഞ്ഞിട്ടേ അപ്പുറത്ത് നിൽക്കുന്ന മിണ്ടാത്ത ചക്കനില്ലേ, അവനെ മകനായിട്ടാ കാണുന്നേ. ഞങ്ങൾക്ക് ആകെ 5 മക്കളാ. 3 പെണ്ണും 2 ആണും. മൂത്തത് ഇരട്ടകളാ, പ്രകാശും വസന്തയും. അതിന്റെ ഇളയതാ വന്ദന. അതിന് താഴെ മനോജ്. മനോജിന്റെ കല്യാണം കഴിഞ്ഞു. ഏറ്റവും ഇളയത് വർഷ. വസന്ത മാത്രം ഭർത്താവിന്റെ വീട്ടിലാ താമസിക്കുന്നത്. ബാക്കി എല്ലാവരും കൂടി ചേർന്ന് ഒരു കൂട്ടുകുടുംബമായിട്ട് സന്തോഷായിട്ട് കഴിയ. എന്റെ വീടും ഏതാണ്ടൊരു കൂട്ടുകുടുംബം തന്നെയാ. ഞാൻ രാജീവിന്റെ സ്വന്തം അമ്മയല്ല, രണ്ടാനമ്മയാ. രാജീവിന്റെ അമ്മ മരിച്ച ശേഷം രാജീവിന്റെ അച്ഛൻ എന്നെ 2ാമത് വിവാഹം കഴിക്കുകയായിരുന്നു. ആ ബന്ധത്തിൽ എനിക്കൊരു മകളുണ്ട്, രാഖി. രാഖിയുടെ ഭർത്താവ് സാഗർ. ഞങ്ങളെല്ലാവരും ഒരു വീട്ടിൽ ഒരുമിച്ചാണ് താമസം. ഈ ചരിത്രമൊക്കെ വന്ദന പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ഏയ്, അവൾ ഒരു ചരിത്രവും പറയാറില്ല. കല്യാണപ്രായം കഴിഞ്ഞിട്ടും കഴുത്തിലൊരു താലി വീഴാത്തതിന്റെ വേദന ഒരു പെണ്ണായ മോൾക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ. നീറി നീറി കഴിയുന്നവള് എങ്ങനെയാ ചരിത്രം പറയുന്നത്? രാജീവ് സാറിന്റെ ഭാര്യ മരിച്ചുപോയെന്നും അദ്ദേഹത്തിന് അതില് ദിയ എന്നൊരു പെൺകുട്ടി ഉണ്ടെന്നും മാത്രം വന്ദനമോള് പറഞ്ഞിട്ടുണ്ട്. പാവം, അമ്മയില്ലാത്ത ദുഃഖം ആ കുരുന്നു മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചോണ്ടിരിക്കുക. ബിസിനസ് തിരക്കുകൾക്കിടയില് പാവൻ രാജീവിന് ദിയമോളെ വേണ്ട വിധത്തിൽ സ്നേഹിക്കാനും ലാളിക്കാനും പറ്റുന്നില്ല. ദിയമോൾ ഇടയ്ക്കിടയ്ക്ക് ഓഫീസിലേക്ക് വരാറുണ്ട്. അത് രാജീവിനൊപ്പം ചെലവഴിക്കാനല്ല, വന്ദനെ കാണാനാ. വന്ദനെ കാണുമ്പോ കളിയും കാര്യം പറച്ചിലും തുള്ളിച്ചാട്ടവും പൊട്ടിച്ചിരിയും ഒക്കെയായി ദിയമോൾക്ക് പുതിയൊരു ജീവിതം കിട്ടുകയാ. വന്ദനയ്ക്കും അത് തന്നെയാ. മോളെ കാണുമ്പോ 100 നാവാ. അവര് തമ്മിൽ ചേരുമ്പോ അമ്മയും മകളും ആണെന്നേ എനിക്ക് തോന്നാറുള്ളൂ.
അത്രയ്ക്ക് ചേർച്ച. ഇതിലും കൂടുതൽ മുഖവരിയൊന്നും വേണമെന്നില്ലല്ലോ. വന്ന കാര്യം പറയാം. ഞാൻ അമ്മയില്ലാത്ത എന്റെ പേരക്കുട്ടിക്ക് വേണ്ടി വന്ദനയെ പെണ്ണ് ചോദിക്കാൻ വന്നതാ. രണ്ടാം കെട്ടുകാരനായ രാജീവിനെ സ്വീകരിക്കാൻ വന്ദനയ്ക്ക് സമ്മതമാണെങ്കിൽ ആലോചിക്കാം. ഞാൻ നിർബന്ധിക്കുകയാണെന്ന് ആരും വിചാരിക്കരുത്. ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. എന്താ? മാഡം, വന്ദനയുടെ അച്ഛനും സഹോദരങ്ങളും ഒക്കെ വന്നിട്ട് ഒന്ന് ആലോചിച്ചിട്ട് വിവരം അറിയിക്കാം. ആ മതി, ധാരാളം മതി. തിരക്കില്ല. എന്നാ വൈകുന്നില്ല, ഞങ്ങൾ പോന്നു. വീട് വരെ വന്നതല്ലേ, ഒരു ചായ കുടിച്ചിട്ട് പോവാ സർ. ആ, അതൊക്കെ പിന്നെ ഒരിക്കലാവാ. അച്ഛാ, എനിക്ക് വന്ദനന്റെ വീട്ടിലേക്ക് കേറണം. മോളെ, ഇന്നിനി നിന്റെ ഒരു നിർബന്ധത്തിനും ഞാൻ വഴങ്ങില്ല. പിന്നൊരിക്കൽ വരാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ ശരി. ഹായ് അച്ഛമ്മ. അച്ഛമ്മേ. മോളെ, അല്ല, അമ്മ എന്താ ഇവിടെ? ഞാൻ ഇവരെയൊക്കെ ഒന്ന് കാണാനും പരിചയപ്പെടാനും വന്നതാ. വിശദമായി വീട്ടിൽ ചെന്ന് പറയാം. പോകാം. ഒരു മിനിറ്റ്. ശരി. ഒരു ചായ കുടിച്ചിട്ട് പോകാം. ഇപ്പൊ വേണ്ട അമ്മ, പിന്നൊരിക്കലാവട്ടെ. തിരക്കുണ്ട്, പോണം. മോനെ, നമുക്ക് ആ പോവാം. അമ്മേ, പോവാം. പോട്ടെ. മോളെ. മോളെ മോളെ, വാ. അമ്മേ, ശ്രീവിദ്യമ്മയുടെ എന്തിനാ ഇവിടെ വന്നത്? അതൊക്കെ പറയാം. നീ ക്ഷീണിച്ചു വന്നതല്ലേ, പോയി കാലും മുഖമൊക്കെ കഴുകിയിട്ട് വാ. അമ്മ ഭക്ഷണം എടുത്തു വെക്കാം. എടുത്തി. എന്തിനാ മേഡം വന്നേ? അവര് പോയോ? ആ പോയി. മോളെ, നീ എന്താ തീരുമാനിച്ച? അമ്മേ, ഇപ്പൊ വന്ദനയോടൊന്നും പറയരുത്. ഇല്ല. അമ്മമ്മേ, വിനു വാ. ശ്രീദേവി മേഡം എന്തിനാ വന്നത്? ശ്രീവിദ്യ മേഡം എന്തിനാ വന്നത്? ആ കോപ്രായം കാണിക്കാതെ എനിക്ക് വലിയ പാക്ക് ഇടിച്ചതാടാ. പോടാ. ഒറ്റ. അയ്യോ വേണ്ട. അപ്പോ എടാ, നീ പേടിക്കണ്ട. പിന്നെ ഇവന്റെ ഓരോരോ കാര്യം. മുത്തശ്ശിയെ കിട്ടിയാ ഇവനിപ്പം മുറുക്കാനോടൊപ്പം ചതയ്ക്കും. അമ്മ വന്ദനയുടെ വീട്ടിൽ എന്തിനാ പോയേ?
വന്ദനയെ കാണാൻ. വന്ദനെ കാണാനോ? വന്ദനയും ഞാനും കൂടി മോളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് അമ്മ കണ്ടതല്ലേ? പിന്നെ എങ്ങനെ വന്ദനെ വീട്ടിൽ പോയി കാണാനാകും? നീ നേരെ നോക്കി വണ്ടി ഓടിക്കും. അമ്മ വന്ദനയുടെ വീട്ടിൽ പോയതിന് എന്തോ തക്കതായ കാരണം ഉണ്ടാവും. അതെന്താണെന്ന് എനിക്കും അറിയേണ്ടത്. ഒരു അമ്മ എന്താ ചെയ്യേണ്ടത് അത് ചെയ്യാനാ ഞാൻ അവിടെ പോയത്. മനസ്സിലായില്ല. തെളിച്ച് പറ അമ്മേ. ഇങ്ങനെ തിരിഞ്ഞു നോക്കാതെ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്ക്. വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. അതെ, രാജീവ് മേനോൻ നല്ലയാളാ. എനിക്കും എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷേ അയാളുടെ മകൾക്ക് വന്ദനയോട് ഇഷ്ടമാണെന്ന് കരുതി ഒരു രണ്ടാം കെട്ടുകാരന് നമ്മുടെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ കല്യാണക്കാര്യം ഞാൻ എങ്ങനെയാ വന്ദനയുടെ മുമ്പിൽ അവതരിപ്പിക്കുക? സ്വന്തം മകൾക്കൊരു രണ്ടാം കെട്ടുകാരന്റെ, അതും ഒരു കുട്ടിയുള്ള ആളിന്റെ കല്യാണാലോചനയുമായി പോകേണ്ടി വരുന്ന ഗതികെട്ട അച്ഛനാവാൻ എനിക്ക് വയ്യ. മാധവേട്ട, വന്ദന ഒരു ചെറിയ കുട്ടിയല്ല. അവളോടൊന്ന് സംസാരിച്ചാലല്ലേ അവളുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് നമുക്ക് മനസ്സിലാകൂ. വന്ദനയോട് സംസാരിക്കുന്നതിലല്ല, വന്ദനയ്ക്ക് അച്ഛനൊരു രണ്ടാം കെട്ടുകാരന്റെ കല്യാണം ആലോചിച്ചു എന്നറിയുമ്പോ മക്കളും മരുമക്കളും ഒക്കെ എന്നെക്കുറിച്ച് എന്ത് കരുതും? എങ്ങനെയെങ്കിലും നടതള്ളി വിടാൻ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നുവെന്ന് അവരും പറയില്ലേ? മാധവേട്ട, നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതാണ് തെറ്റ്. സ്വന്തം കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള പ്രായം അവൾക്ക് ആയിട്ടുണ്ട്. അവള് തീരുമാനം എടുക്കട്ടെ. അതിനു മുൻപ് എല്ലാവരോടുമായി ഈ വിഷയം അവതരിപ്പിക്കാം. പറയാനുള്ള അഭിപ്രായങ്ങള് അവര് തുറന്നു പറയട്ടെ. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. എനിക്കൊരു കട്ടൻ ചായ വേണമല്ലോ. ആ, ഇപ്പൊ കൊണ്ടുവരാം. മാധവേട്ടൻ തന്നെ പറയ്. വേണ്ട, നീ തന്നെ പറഞ്ഞാ മതി. പറയേ. ചന്ദ്രിക തന്നെ പറയട്ടെന്നേ. അവളാകുമ്പോ കാര്യങ്ങൾ പറഞ്ഞ എല്ലാവർക്കും അങ്ങ് മനസ്സിലാകും. ഒരു വിവാഹം എന്ന് പറയുന്നത് പെണ്ണിന്റെ ആണിന്റെയും ജീവിതത്തിലെ ഒരു പ്രധാന കാര്യമാണല്ലോ. അപ്പോ എന്റെ കാര്യമാണ്. പ്രകാശിന്റെ കാര്യം തന്നെ എടുക്കാം. സുചിത്രയെ കെട്ടുന്നത് വരെ അവൻ തീരെ ഉത്തരവാദിത്തമില്ലാത്തവനായിരുന്നു. കെട്ടുകഴിഞ്ഞതോടെ അവൻ നല്ലൊരു ഗൃഹനാഥനായിട്ട് മാറി. കൊള്ളാം കൊള്ളാം. മനോജിന്റെ നന്മ മനസ്സിലാക്കിയിട്ട് ഹരിത ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വന്നത്. അവന് ജീവിത പങ്കാളിയായി തെരഞ്ഞെടുത്തതിൽ ഹരിതയ്ക്കും അനിഷ്ടമൊന്നുമില്ല. രണ്ട് കുടുംബങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കുന്ന മഹത്തായ ഒരു കർമ്മമാണല്ലോ വിവാഹം. മെഗാ സീരിയൽ വരെ വലിച്ചു നീട്ടാതെ കാര്യം പറ അച്ഛമ്മേ. വന്ദനയ്ക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. ആരാ അമ്മേ വരൻ? വന്ദനയുടെ മുതലാളിയാ. രാജീവിന്റെ അമ്മ ഇവിടെ വന്നിരുന്നു. വന്ദനെ രാജീവിന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് അവരാവശ്യപ്പെട്ടിരിക്കുക. ഒരു രണ്ടാം കെട്ടുകാരന്റെ ഓഫറാണോ വന്നിരിക്കുന്നത്? രാജീവ് മേനോന് ഒരു കുട്ടിയുള്ളതല്ലേ? ബൈ 1 and get 1 ഫ്രീ എന്ന് പറയുന്ന പോലെയാണല്ലോ ഇത്.
രാജീവിനെ കെട്ടിയാലേ ഒരു കുഞ്ഞ് ഫ്രീ. ഒരു രണ്ടാം കെട്ടുകാരനെ കൊണ്ട് വന്ദനേച്ചിയെ വിവാഹം കഴിപ്പിക്കുന്നതിൽ എനിക്കും എതിർപ്പുണ്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ? സ്വന്തം സഹോദരന്മാർക്ക് തമാശിച്ച് ചിരിക്കാനും രോഷം പ്രകടിപ്പിക്കാനും കണ്ട വിഷയം. അച്ഛാ, ഒരു രണ്ടാം കെട്ടുകാരനാണെങ്കിലും സ്വഭാവം കൊണ്ട് രാജീവ് സാർ നല്ലൊരു വ്യക്തിയാ. ഈ വിവാഹം നടക്കുമെങ്കിൽ അത് ചേച്ചിയുടെ മഹാഭാഗ്യവാ. ജാതകദോഷമുള്ള പെണ്ണിന് ഇനി ഒന്നാം കെട്ടുകാരനെയൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പ്രായം കൂടുന്തോറും കാര്യങ്ങള് നമ്മുടെ കയ്യിൽ നിൽക്കാതാവും. അതുകൊണ്ട് ഈ ബന്ധം നടക്കുമെങ്കിൽ നടക്കട്ടെ എന്ന് എന്റെ അഭിപ്രായം. അത് തന്നെയാ എന്റെ അഭിപ്രായം. മാധവ, എന്തായാലും ഹരിതമോൾ അന്തസ്സായിട്ടൊരു അഭിപ്രായം പറഞ്ഞു. നന്നായി. ഹരിതമോളുടെ അഭിപ്രായം തന്നെയായി എനിക്കും. മതി. ഇക്കാര്യത്തിൽ അവസാന വാക്ക് പറയേണ്ടത് വന്ദനയാണ്. എന്താ മോളെ നിന്റെ അഭിപ്രായം? ഭക്ഷണം കഴിക്കുന്നില്ലേ നീ? എന്താ ആലോചിക്കുന്നേ? അമ്മ ചെയ്തത് ഒരു എടുത്തുചാട്ടായി പോയി. വന്ദനയുടെ വീട്ടിൽ പോകുന്ന കാര്യം എന്നോടൊന്ന് പറയായിരുന്നു. ഞങ്ങളോടെങ്കിലും പറയാറുന്നില്ല അളിയ. അമ്മയെ ഞങ്ങളുടെ കാറിൽ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വിളിച്ചതാ. എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞ് ഒറ്റ പോക്ക. ഇതാണ് കാര്യമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. എടുത്തുചാട്ടമല്ല, വളരെ കാലത്തെ ആലോചനയ്ക്ക് ശേഷം ഞാൻ എടുത്ത തീരുമാനമാണ്. ഒരു അനാഥയെ പോലെ ദിയമോള് വളരാൻ ഞാൻ അനുവദിക്കില്ല. അമ്മേ, അവൾക്ക് ഒരു കുറവും വരാതെ ഞാൻ നോക്കുന്നില്ലേ? ദിയമോൾക്ക് ഇവിടെ എന്തിന്റെ കുറവാ? ഒന്നിനും കുറവില്ല. എന്നാലേ ഒരു വലിയ കുറവ് ഞാൻ കാണുന്നുണ്ട്. മാതൃസ്നേഹം. അമ്മയുടെ സ്നേഹം കിട്ടാതെ വളരുന്ന കുട്ടികള്, പ്രത്യേകിച്ചും പെൺകുട്ടികൾ, ഒരുതരം മാനസിക വൈകല്യത്തിന് അടിമപ്പെടും. കൊള്ളാം. അമ്മ എന്താ മനോരോഗ വിദഗ്ധയായത്? വെറുതെ ഓരോ മുൻവിധികൾ. ദിയമോൾക്ക് വേണ്ടുവോളം മാതൃസ്നേഹം കൊടുക്കാൻ അവളുടെ ആന്റിയായ ഞാനില്ലേ ഇവിടെ? ദിയക്കുട്ടിയുടെ സന്തോഷവും സംതൃപ്തിയും കഴിഞ്ഞേ ഈ ആന്റിക്ക് എന്തോ ഉള്ളൂ. അത് ചേട്ടന് അറിയാലോ അല്ലേ? ഇപ്പൊ നീ ദിയമോളെ സ്നേഹിക്കുന്നതായിട്ട് വരുത്തുന്നുണ്ട്. പക്ഷേ ഭാവിയിൽ നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമ്പോഴോ? അപ്പോഴും ഈ സ്നേഹം കാണുമോ? കാണില്ല. എന്റെ മക്കൾ, എന്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോവും. ഈ അമ്മയുടെ നാക്കിന് ഇല്ലില്ലേ? എന്ത് ന്യായങ്ങൾ നിരത്തിയാലും ചേട്ടന്റെ കമ്പനിയിലെ മൂന്നാംകിട വേലക്കാരിയാണ് വന്ദന. അത് മറക്കണ്ട. മോനെ, നീ എന്താ കഴിക്കാത്തെ? അമ്മേ, ഞാൻ രണ്ടാമതൊരു വിവാഹം കഴിച്ച എനിക്കൊരു ഭാര്യയാകും. പക്ഷേ
അവൾക്ക് എന്റെ മോളുടെ അമ്മയാകാൻ കഴിയുമോ? ഞാൻ നിന്റെ രണ്ടാനമ്മയല്ലേ? പെറ്റമ്മ ഇല്ലാത്ത ദുഃഖം നിന്നെ അറിയിച്ചിട്ടുണ്ടോ മോനെ ഞാൻ രണ്ടാനമ്മയാണെന്ന് തോന്നുന്ന വിധത്തിലെങ്ങാനും നിന്നെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി എന്നിൽ നിന്നുണ്ടായിട്ടുണ്ടോ? പറ. ഇല്ല. പഴയൊരെന്നെ വന്ദനയിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവള് നിന്റെ ഭാര്യ എന്നതിനേക്കാളും ദിയമോൾക്ക് നല്ലൊരമ്മയായിരിക്കും, അതെനിക്ക് ഉറപ്പാ. വന്ദന വിവാഹത്തിന് സമ്മതിച്ച നീ സമ്മതിക്കണം.